സംസ്ഥാനത്ത് നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രത തുടരണം. PSC ഇന്ന് നടത്തിയ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കായി വീണ്ടും പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, പ്രളയ സമാനമായി തുടരുന്ന അതിതീവ്ര മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ശക്തമായ മഴ പലയിടങ്ങളിലും തുടരുന്നത് ആശങ്ക രേഖപ്പെടുത്തുകയാണ്. വരും മണിക്കൂറുകളിലും അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തി പോരുന്നത്? നാളെയും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ മന്ത്രിമാരൊക്കെ തന്നെ അതത് ജില്ലകളിലെ മന്ത്രിമാർ അതത് ജില്ലകളിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നതിനും ആ ജില്ലകളിലെ സാഹചര്യം വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് മന്ത്രിമാർ ഇപ്പോൾ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഓരോ ജില്ലകളിലെയും സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. പല ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു തരത്തിലേക്കുള്ള നടപടികളിലേക്കൊക്കെ തന്നെ നീങ്ങുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നടന്ന PSC പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് മഴ മൂലം ഈ ജില്ലകളിൽ പല ജില്ലകളിലും ഇത്തരത്തിൽ PSC പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ 3 ജില്ലകളിലെ PSC പരീക്ഷകൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇനിയൊരു ദിവസം PSC പരീക്ഷ നടത്തുന്ന പരീക്ഷകളിൽ പങ്കെടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനായിട്ട് വീണ്ടും ഒരു പരീക്ഷ നടത്താനുള്ളൊരു സാധ്യതയൊക്കെ തന്നെയാണ് ഇപ്പോൾ PSC ഏതായാലും അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പല ജില്ലകളിലും ഇത്തരത്തിൽ ജീവഹാനി വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. ഈ തോടുകളിലും പുഴകളിലും ഒന്നും തന്നെ ഇറങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പല ടൂറിസം കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിലവിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ശബരിമലയിൽ ഉൾപ്പെടെ തീർത്ഥാടനത്തിനെത്തുന്നവർ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം തീർത്ഥാടനത്തിലേക്കൊക്കെ തന്നെ നടത്താൻ എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം.